ഹായ് എവരി വൺ, വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് GCC കൺട്രിയിലെ മിക്ക പ്രവാസികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. പ്രത്യേകിച്ച് ഈ ചൂടേറിയ സമയങ്ങളിൽ 2 മാസത്തോളമായിട്ട് എൻ്റെ മുടിയും കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മുമ്പ് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും മുടിയുള്ളത്. അതിനു മുമ്പ് ഇത്രയും കുറവായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, ഇവിടെ എല്ലാം മുടി പോയിരിക്കുകയാണ്. അതേപോലെ മുകളിൽ ഇതൊക്കെ ഇവിടേക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കിടക്കുന്ന ബെഡിൽ, തോർത്തുന്ന മുണ്ടിൽ, ചീകുന്ന ചീർപ്പിൽ എല്ലാം മുടിയാണ്. വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കി, തൈറോയ്ഡ് ഫംഗ്ഷൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കി, അയൺ B12 ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നോക്കി, അതെല്ലാം നോർമലാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിയുന്നതെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുളിക്കുന്ന വെള്ളത്തിൽ ഒരുപാട് ചൂടുണ്ട്, അതേപോലെ ഒരുപാട് ക്ലോറിൻ അടങ്ങിയിട്ടുമുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി ഒരുപാട് പൊല്യൂട്ടഡ് ആണ്. അതെല്ലാം നമ്മളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ സ്കള്ളിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ അത് പറ്റി പിടിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് മുടിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്, താരൻ കൂടുകയും ചെയ്യുന്നു. മുടി കൊഴിച്ചിൽ മാറി നല്ല രീതിയിൽ മുടി വളരാൻ വേണ്ടിയിട്ടും പുതിയ മുടി ഉണ്ടായി വരാൻ വേണ്ടിയിട്ടും ഞാനൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മുടി കളഞ്ഞിട്ട് വേണം അതൊന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പോയിട്ട് മുടി കളഞ്ഞിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഞാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തൊക്കെ പ്രിക്കോഷൻസുകൾ എടുക്കുന്നുണ്ട് എന്നെല്ലാം ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മുടി കളഞ്ഞു വന്നപ്പോഴാണ് എൻ്റെ തലൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതേപോലെ ഒരുപാട് താരൻ, കറുത്ത പാടുകൾ, കുരുക്കൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് താരൻ, അതേപോലെ കുരുക്കൾ, പാടുകൾ, താരൻ വന്നതിന് ശേഷമുള്ള ആ കറുത്ത പാടുകൾ അതെല്ലാം കളഞ്ഞതിന് ശേഷമാണ് മുടി വളരാനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. 2 ആഴ്ചത്തോളം ഈ താരൻ പോകാൻ വേണ്ടിയിട്ടും കുരുക്കൾ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നത് ബെറ്റ്നോവൈറ്റ്, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടാം. ബെറ്റ്നോവൈറ്റ് സ്കാൾപ്പ് ലോഷനും അതേപോലെ കീറ്റോകനസോളിൻ്റെ ഷാമ്പുമാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടുമാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബീറ്റാമെത്തസോൺ സ്കാൾപ്പ് ലോഷൻ 2 നേരമായിട്ടും കീറ്റോകനസോൾ ഷാമ്പു ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ടും ആദ്യത്തെ ആഴ്ച അങ്ങനെ ഉപയോഗിക്കും. 2ാമത്തെ ആഴ്ചയിൽ ബീറ്റാമെത്തസോൺ സ്കാൾപ്പ് ലോഷൻ 1 നേരമായിട്ടും കീറ്റോകനസോൾ ഷാമ്പു 3 ദിവസം ഇടവിട്ടായിട്ടും ഉപയോഗിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും താരനും അതേപോലെ കുരുക്കളും എല്ലാം പോകുമെന്ന് വിശ്വസിക്കുന്നു. 29/5/2025 ഇന്നു മുതലാണ് ഞാൻ ഇതിന് ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ബീറ്റാമെത്തസോൺ സ്കാൾപ്പ് ലോഷൻ. അതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സ്കാൾപ്പിലേക്ക്, തലയിലേക്ക് 5-6 തുള്ളികൾ ഇങ്ങനെ ഊറ്റിയിട്ടിട്ട് മസാജ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും പുരട്ടി കൊടുക്കാം. ഇതേപോലെ 5-6 തുള്ളികൾ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്കാൾപ്പിലേക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. അത്രയേ ഉള്ളൂ ബീറ്റാമെത്തസോൺ ചെയ്യുന്നത്. ഈ ബെറ്റ്നോവൈറ്റ് ലോഷൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. 5-6 തുള്ളി അല്ലെങ്കിൽ 10 തുള്ളി നിങ്ങൾ സ്കാൾപ്പിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്തിട്ട് വെക്കാം. പിന്നെ രാവിലെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് അത് കഴുകി കളയുക, എന്നിട്ട് വീണ്ടും പുരട്ടുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഷാമ്പു ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് ഉപയോഗിക്കും. 2 ദിവസം ഇടവിട്ടിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരാഴ്ച. 2ാമത്തെ ആഴ്ചയിൽ ഷാമ്പു 3 ദിവസം ഇടവിട്ടിട്ട് ഉപയോഗിക്കും. സ്കാൾപ്പ് ലോഷൻ 1 നേരമായിട്ട് കുറക്കും. അങ്ങനെ ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് മുടി വളരാനുള്ള, അതേപോലെ മുടി കൊഴിച്ചിൽ നിൽക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ വരാം. ആ സമയങ്ങളിൽ ഞാൻ എൻ്റെ ഡെവലപ്മെൻറ്റും എൻ്റെ താരൻ എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളെല്ലാം കാണിക്കാം. താരൻ പൂർണ്ണമായിട്ട് മാറിയാൽ അന്ന് തന്നെ ഞാൻ മുടി വളരാനുള്ളതും മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ മുടി വരുന്നത്, മുടി കൊഴിച്ചിൽ നിന്നത്, ഹെയർ ഫോളിക്കിൾസ് ഉണ്ടായത്, എല്ലാ കാര്യങ്ങളും. മിക്ക പ്രവാസികളിലും താരൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ
ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരിലേക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്ത ഈ മെത്തേഡ് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്, നല്ലൊരു മെത്തേഡാണ്. പൂർണ്ണമായിട്ടും താരനും കുരുക്കളും അതേപോലെ കറുത്ത പാടുകളൊക്കെ, അത് താരം മൂലം ഉണ്ടാകുന്ന ഒരു കറുത്ത പാടുകളുണ്ടല്ലോ, അതെല്ലാം ഇതുകൊണ്ട് പോകും. ഏതായാലും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്.